പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനത്തിലെ ഒരേ പുതുമനുഷ്യൻ എന്നുള്ള വിഷയത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ 25 വർഷത്തിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡ്. ഈ ഈ ഈ ഈ 25 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ച ഈ സഹോദരൻ, 3 വർഷം 25 വർഷമായി രക്ഷിക്കപ്പെട്ട സഹോദരൻ, 3 വർഷം ബൈബിൾ കോളേജിൽ ബൈബിൾ പഠിച്ച സഹോദരൻ, ഒരു പ്രത്യാശയില്ലാത്തവരായിട്ട് ചത്ത അനുഭവത്തിലിരിക്കുക. ഒരു സഹോദരൻ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. ഞങ്ങൾ കൂട്ടായ്മയിൽ 1 ദിവസം കൂട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പം പറയുകയാണെങ്കിൽ അല്പം വെളിവ് വീണിട്ടുണ്ടെന്ന്. നമ്മൾ ഉപദേശം പഠിപ്പിക്കുക, അല്ലെ വേറെന്താ? സഭകളിൽ ഉപദേശം പഠിപ്പിക്കലില്ലല്ലോ ഇത്. എഫേസ്യ ലേഖനത്തിന്റെ പഠനം യഹൂദന്മാരായവരെയും യവനായരായ അല്ലെങ്കിൽ ജാതിക്കാരായവരെയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ അവർക്ക് എന്ത് കിട്ടി? ഒരു പുതു മനുഷ്യനായി തീരാൻ ഭാഗ്യം കിട്ടി. എങ്ങനെയുള്ള പുതുമനുഷ്യൻ? നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതുമനുഷ്യൻ. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ. ഈ മനുഷ്യന്റെ പ്രത്യേകത എന്താ? ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ രൂപം, ദൈവത്തിൻ്റെ സ്വരൂപം, ദൈവത്തിൻ്റെ സ്വഭാവം അതിലേക്ക് വരണം. സത്യം, നീതി, പരിജ്ഞാനം, വിശുദ്ധി, സ്നേഹം ആദിയായ ദൈവിക സ്വഭാവ ഗുണങ്ങളുള്ള ഒരു പുതിയ മനുഷ്യനായി യഹൂദനും ജാതിയും തീർന്നു എന്നാണ് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പഠിപ്പിക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു പുതിയ മനുഷ്യനായി തീർന്നു. ഒരേ പുതുമനുഷ്യൻ. യഹൂദനായവനും ജാതിയായവനും. ജാതികളായ നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ ഞാൻ പല പ്രാവശ്യം അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെയും പറയുന്നു. ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിൻ്റെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായി നടന്ന ജാതികളായ നമ്മെ, മുമ്പ് പ്രകൃതിയെ ജാതികളായിരുന്നു, ജഡത്താൻ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാരെന്ന് വിളിക്കപ്പെടുന്ന അഗ്രചർമ്മിക്കാരെന്ന് എന്നവരും, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാതെ കിടന്ന പിശാചിന്റെ അടിമലോകത്തിൽ കിടന്ന ജാതികളാകുന്ന നമ്മെ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ചപ്പോൾ, യേശു ക്രിസ്തുവിന്റെ ബലിമരണത്തിൽ വിശ്വസിച്ചപ്പോൾ, യേശുവിന്റെ പാപത്തിലോട്ട് മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് നീതിക്കായി ഏറ്റുപറഞ്ഞ് യേശുവിനെ കർത്തൃത്വം ചെയ്യാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഒരു പുതു മനുഷ്യനായി തീർന്നു. എത്ര മനോഹരം! പിശാച് ഈമ്പി വലിച്ചിട്ടിരുന്ന ഒരു വ്യക്തിയായ എന്നെ നിങ്ങളെ, ഈ ചില അടക്ക കണ്ടിട്ടുണ്ടല്ലോ, അടക്ക ഞാൻ കണ്ടിട്ടുണ്ട്. അടക്ക അതിൻ്റെ പകുതി ഭാഗം ഈമ്പി വലിച്ചിട്ടിരിക്കുക. പാവലമൊക്കെ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു 75% കടിച്ച് ചപ്പി തൂപ്പിയിട്ടിരിക്കുക. കണ്ടിട്ടില്ലേ? ചില മാങ്ങയൊക്കെ കാക്ക ഒന്ന് കൊത്തി 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 ആ പഴുത്ത മാങ്ങയുടെ ഒരു 90% അത് കൊത്തിയിട്ട് ബാക്കി അവിടെ ഇട്ടേക്കുക. എന്തിനുള്ളത്? ആ അവസ്ഥയിൽ പിശാച് കാർന്ന് തിന്ന് ഇട്ടിരുന്ന എന്നെയും നിന്നെയും യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ചപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം, യേശുവിന്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് നീതിക്കായി ഏറ്റുപറഞ്ഞ് നമ്മെ കർത്തൃത്വം ചെയ്യാനായിട്ട് കർത്താവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം നമ്മെ നീതീകരിക്കപ്പെട്ടവനായി കാണുക. ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടന്ന ഒരു കുറ്റവാളിയായ എന്നെ, മരണവിധിയിൽ ഉൾപ്പെട്ടിരുന്ന എന്നെ, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിച്ച ദൈവത്തിനായ യേശു ക്രിസ്തു എന്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, വിശ്വാസനീതീകരണം വായ് കൊണ്ടേറ്റു പറഞ്ഞ് അവൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും അനുസരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മെ ദൈവം നീതീകരിച്ചു, കുറ്റം വിമുക്തനാക്കി. പാപം ഇല്ലാത്ത ഒരു വിശുദ്ധനെ പോലെ നമ്മെ ദൈവം കാണാനിടയായി. തൻ്റെ പുത്രന്റെ രക്തത്തിലൂടെയാണ് അത് സംഭവിച്ചെന്ന് പൗലോസ് ഇവിടെ പറയുന്നു. ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ ദൈവത്തോട് സമീപസ്ഥരായി. ആരാ സമീപസ്ഥർ? ദൂരസ്ഥരായിരുന്നു നമ്മൾ. യഹൂദൻ ദൈവത്തിന് അടുത്ത് കിടന്നവനാ. അവന് യാഗമുണ്ട്, ആലയമുണ്ട്, പുരോഹിതനുണ്ട്, വസ്ത്രമുണ്ട്, ദേവാലയമുണ്ട്, സകല പരിപാടി അവനുണ്ട്. ദൈവം അവരെ കുറിച്ച് പറഞ്ഞ് അവരെൻ്റെ നിക്ഷേപമാണെന്ന് പറഞ്ഞു.
ഒരു അനുസരണക്കേട് കാണിച്ചവരെ തല്ലി ഒതുക്കി 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 മിസ്രൈം എന്ന് പാട്ടും പാടി മിരിയാമിൻ്റെ നേതൃത്വത്തിൽ സംഗീത നിശയൊക്കെ നടത്തി ഇന്ന് പലരും ചെയ്യുന്ന പോലെ ഒക്കെ പുറപ്പെട്ടു. പക്ഷെ അവസാനം അവിടെ ചെന്നപ്പോൾ തൊഴിഞ്ഞ് തൊഴിഞ്ഞ് എല്ലാം പോയി, 2 എണ്ണേ ഉണ്ടായുള്ളൂ. പിന്നെ മരുഭൂമിയിലുണ്ടായിരുന്ന ഒരു ഇളം തലമുറ കൂടി, അത് ലിസ്റ്റിലില്ലാത്തങ്ങളാണ്. ഇറങ്ങി തിരിച്ചതിൽ 2 എണ്ണം. നോഹയുടെ കാലത്തും കൃപയാൽ 8 പേര്. ഒരു ശേഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചോണേ. എക്കാലത്ത് ഒരു ശേഷിപ്പേ ഉള്ളൂ. ആ ശേഷിപ്പിൽ എൻ്റെ ഈ വചനം കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആയിക്കൊള്ളണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുക. സ്വർഗരാജ്യമൊന്നും വലിച്ചു നീട്ടിയിട്ടിട്ടില്ല എല്ലാവർക്കും ചെന്ന് കയറാൻ. ദൈവവചനത്തിൻ്റെ പ്രമാണം അനുസരിക്കുന്നവർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. 1 കൊരിന്ത്യർ 6 ഞാൻ പഠിച്ചപ്പോൾ കോടതിയും കേസും വഴക്കുമായി നടക്കുന്നവരെ പൗലൂസ് പറഞ്ഞു, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ കോടതിയും കേസും അന്യായം ചെയ്യല. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. തുറന്നടപ്പുകാർ, വിഗ്രഹാദികൾ, വിചാരികൾ, സോയ്ബോയികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. കോടതി കയറുന്ന അന്യായമാ. ഇത്ര വ്യക്തമായിട്ട് കൃത്യമായിട്ട് പൗലൂസ് പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിക്കൽ പഠിക്കാതെ എന്തോ ചെയ്യാണെന്ന് എൻ്റെ ചോദ്യം. പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ കേസ് കോടതി കുമിഞ്ഞുകൂടി കിടക്കുക. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച പെന്തക്കോസ്ത് ഭാര്യ ഭർത്താക്കന്മാരുടെ കേസ് കോടതി കുമിഞ്ഞുകൂടി കിടക്കുക എന്നാ പറയണേ. ഇവരെന്നെ ഉപദേശം പഠിക്കുന്നേ? അതാ ഞാൻ പറഞ്ഞത്, അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്ക് സഭ വരുന്നില്ലെങ്കിൽ സഭ തകർന്ന് തരിപ്പണമായി പോകും. സഭ കാണത്തില്ല, സഭ മറ്റോ വന്ന് കൊണ്ടുപോകും. ഒരു സംശയമില്ല കാര്യത്തിൽ. ഇത് ക്രിസ്തു യാക്കോബിന്റെ കഷ്ടകാലം, യഹൂദന്റെ പീഡാകാലം എന്ന് പറയുന്ന 7 വർഷത്തെ മഹോദര കാലത്തിൽ പുതിയ നിയമസഭ ഇവിടെ കാണാൻ പാടില്ല. സഭ പൊക്കോണം. കർത്താവിൻ്റെ ഉള്ളിൽ ഒരുങ്ങിയിരുന്നാൽ പോകാം, ഉണർന്നിരുന്നാൽ പോകാം, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പോകാം. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന പോലെ ദൈവവചനം അനുസരിച്ച് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരുന്നാൽ പോകാം. നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരുന്ന തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടും. അതല്ലെങ്കിൽ കർത്താവിൻ്റെ വരവെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമായിട്ട് നമുക്ക് ശേഷിക്കും. ഞങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്വോത്രാജ്യം ദശാംശമല്ല വിഷയം. അത് കിട്ടിയാലായി, കിട്ടിയില്ലായി. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്ന എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം എന്നുള്ളതൊക്കെ ഓക്കെ, കാര്യമൊക്കെ ശരി. ചില സമയത്ത് കിട്ടിയില്ലെന്ന് വരും, കിട്ടിയെന്ന് വരും. ഇതൊന്നും ഒരു വിഷയമല്ല. വേലക്കാരൻ കൂലിക്ക് യോഗ്യൻ. കർത്താവ് നടത്തും. ഇന്ന് വരെ നടത്തിയിട്ടുണ്ട്, നാളെ നടത്തും. ഘട്ടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ശിഷ്യന്മാർക്കുണ്ട്. ഞങ്ങളൊക്കെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാ. ഞങ്ങൾ അതോർത്തൊന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ല. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നവരെ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു എന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞു. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവരുടെ കാൽച്ചോട് പിന്തുടരുവാൻ മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അതൊന്നും ആർക്കും വേണ്ട. ഇപ്പോൾ ആ മാതൃക ഒന്നും ആർക്കും വേണ്ട. കഷ്ടതയെ വിട്ടുപോ പിശാചെ. കഷ്ടതയ്ക്ക് ഒരു പേരും കൊടുത്തിരിക്കുക, ന്യൂ ജനറേഷൻ പാസ്റ്റർമാര്, പിശാച്. അപ്പൊ അങ്ങ് ശാസിച്ചോളുക. ഇവർ വിചാരിക്കുന്ന ഇവർ ശാസിച്ചു കഴിയുമ്പോൾ അതങ്ങ് പോകുമെന്ന്. ശരിയായിരിക്കാൻ പോകണ്ടാവും. പോയിട്ട് പിശാചി എന്നെ സമ്പത്ത് കൊണ്ടുപോയി കൊടുക്കും. അതോടെ തീർന്നില്ലേ? സമ്പന്നൻ 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 സമ്പന്നൻ. സൂക്ഷിക്കണേ. സമ്പത്ത് എന്നുള്ള വിഷയം അനീതിയുള്ള മാമോനാണെന്ന് കർത്താവ് പഠിപ്പിച്ചു. അതുണ്ടെങ്കിൽ സ്നേഹിതന്മാരും ഉണ്ടാവും, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ അവസാനം അപകടത്തിൽ ചെന്ന് കലാശിക്കും. വാരിക്കോരിയ സമ്പത്തും കൂട്ടി വെച്ച് ഒരു ചെറുപ്പക്കാരൻ യേശുവിൻ്റെ അടുക്കൽ നിത്യജീവന് വന്നപ്പോൾ യേശു പറഞ്ഞ വാക്ക് എല്ലാവരും മറന്നുപോയി. എൻ്റെ കുഞ്ഞെ, നീതി വിറ്റ് ദരിദ്രർ കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വാ. സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസമെന്ന് പറഞ്ഞു. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി, നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. നമ്മുടെ നിക്ഷേപം സ്പിരിച്വൽ ആണോ? അത് അനുഗ്രഹമാണ്. അല്ല, അത് മെറ്റീരിയൽ ആണെങ്കിൽ
നമ്മുടെ ഹൃദയം അങ്ങോട്ട് പോകാൻ സാധ്യതയേറെ. എൻ്റെ ഇന്ന് വരെയുള്ള ക്രിസ്ത്യ ജീവിതം, അരനൂറ്റാണ്ടുള്ള ക്രിസ്ത്യ ജീവിതത്തിൽ ഞാൻ പഠിച്ചെടുത്തൊരു സന്ദേശം പറയാം. ഞാൻ പണ്ട് എൻ്റെ കൂടൊപ്പം രക്ഷിക്കപ്പെട്ടു വന്ന പല പ്രിയപ്പെട്ടവരും പാർഷന്മാരും വിശ്വാസികളും, ഞാൻ അവരെ പഠിച്ചിട്ട് 10 ചക്രം ഉണ്ടാക്കിയവരൊക്കെ ഇന്ന് തത്തക്ക പൊത്തക്ക തത്തക്ക എന്ന് പറഞ്ഞ ക്രിസ്ത്യ ജീവിതമാണ് നയിക്കുന്നത്. ഒരു പ്രത്യാശയില്ല അവർക്ക്, ഒരു സന്തോഷവും ഇല്ല അവർക്ക്, ഒരു സമാധാനവും ഇല്ല അവർക്ക്. കാശ്, ഇഷ്ടംപോലെ കാശുണ്ട്. വിദേശത്ത് മക്കളെല്ലാം 4 പേരും 4 രാജ്യത്ത്, യൂറോ, ഡോളറും പൗണ്ടും ദിനാറും പിന്നെ കെനിയും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്ത് കാര്യം? നമുക്ക് ആവശ്യത്തിന് പണം വേണം, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. ക്രമാതീതമായ ഭൗതിക വർധന, അടപടലം നമ്മളെ ദൈവരാജ്യത്ത് നിന്ന് അകറ്റിക്കളയുമെന്ന് ദൈവമക്കൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഞാനത് കർത്താവിൻ്റെ അപ്പോസ്തലന്മാരിൽ നിന്നും കർത്താവിൽ നിന്നും പഠിച്ചൊരു പഠനമാണ്. അവരുടെ അനുഗ്രഹം മുഴുവൻ സ്വത്രം ആത്മീകമായിരുന്നു. ഭൗതികമായിട്ടോ വായിച്ചു പഠിച്ചോ എപ്പോഴും എനിക്ക് എടുത്ത് പറയാൻ സമയമില്ല. 1 കൊരിന്ത്യർ 4:9, 11, 12, 13 വാക്യങ്ങൾ കുറിച്ചിട്ട് വായിച്ചു പഠിച്ചോ. അവർ മരണവിധിയിൽ ഉൾപ്പെട്ടവരായിപ്പോയി തീർന്നു. അവർക്ക് തിന്നാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല. അവർ കഷ്ടതകളിലൂടെ പോയി, അവർ ബുദ്ധിമുട്ടിലും ഞെരുക്കങ്ങളിലൂടെ പോയി. ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതെന്നുള്ള അനുഭവത്തിലൂടെ അവർ കടന്നുപോയി. അങ്ങനെ പോയി അവർ രക്തസാക്ഷികളായി നിത്യത പ്രാപിച്ചു. ഇവിടെ കഷ്ടതയെ ശാസിച്ച് ഭൗതികം പ്രാപിച്ച് ഗവൺമെന്റിന്റെ ടാക്സും കൊടുത്ത് സുഖിയന്മാരായി സുഖിക്കുന്ന ഒരു വലിയ കൂട്ടം ആത്മീക അന്ധത പിടിച്ച നേതൃത്വ നിരകളാണ് നമ്മുടെ കേരളക്കരയിലും ആഗോള വ്യാപകമായി കിടക്കുന്നതെന്ന് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്, എനിക്ക് വേദനയുണ്ട്. ഇവർ ജനത്തെ ഇങ്ങോട്ടാണ് നടത്തുന്നത്. ജഡീകന്മാർ വിശ്വാസികളെ ജഡീകരാക്കും. ഭൗതിക സമ്പത്തിന്റെ പിറകെ പോകുന്ന ശുശ്രൂഷകന്മാർ വിശ്വാസികളെ ആ നിലയിലേക്ക് ഓടിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ദൈവരാജ്യം പ്രാപിക്കാൻ ഓടുന്ന വൃദ്ധന്മാർ തൻ്റെ വിശ്വാസികളെ ദൈവരാജ്യത്തിലേക്ക് ഓടിച്ചുകൊണ്ടിരിക്കും, വചനം പ്രസംഗിച്ച്. അതാണ് നമുക്ക് വേണ്ടത്. 70-80 സംവത്സരം കഴിയുമ്പോൾ ഒരു കിട്ടോടുകൂടിയോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും രോഗങ്ങളോ പ്രയാസങ്ങളോ വന്ന് ഈ ലോകത്തിൽ നമ്മൾ മാറ്റപ്പെടും. മാറ്റപ്പെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഞാനത് തുടർമാനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. 70-80 സംവത്സരം ഈ ഭൂമിയിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും മാത്രമേ ഉള്ളുവെങ്കിലും നീ മരിച്ചു കഴിയുമ്പോൾ നിന്റെ ആത്മാവ് വിശ്രാമസ്ഥലത്തേക്ക് പോവുകയും കർത്താവിൻ്റെ വരവിൽ അവിടെ നിന്ന് ഓർത്തെഴുന്നേറ്റ് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. അങ്ങനെ ആ മഹാസന്തോഷത്തിലേക്ക് പ്രവേശിക്കും. അതല്ലയോ നമുക്ക് വേണ്ടത്? അതല്ലയോ സന്തോഷം? ഇവിടെ പട്ടുവസ്ത്രം ധരിച്ച് ധനവാനെ പോലെ സുഖിച്ച് പൊളച്ച് കുറെ വാരി വലിച്ച് തിന്ന്, പണ്ടൊരു ഉപദേശി പറഞ്ഞ പോലെ കുറെ പോത്തിനെ തിന്ന്, കുറെ കോഴിയെ തിന്ന്, കുറെ ആടിനെ തിന്ന് ജന്മം പാഴാക്കി അവസാനം നരകത്തിൽ പോയി കിടന്നിട്ട് എന്താ കാര്യം? ഈ ഇറച്ചി മീനും തിന്നണ്ടെന്നൊന്നുമല്ല പറഞ്ഞു വയ്ക്കുന്നത്. ചിലർക്ക് തീറ്റയാ, അതൊരു ശുശ്രൂഷയായിട്ട് എടുത്തിരിക്കുക. ഞാൻ ലജ്ജിച്ചുകൊണ്ടൊരു കാര്യം പറയാം. എനിക്ക് ആ പാസ്റ്ററിനറിയാം, പേരും പാസ്റ്ററൊന്നും ദേശമൊന്നും ഞാൻ പറയുന്നില്ല. പുള്ളി എവിടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് ചെന്ന് കഴിയുമ്പോൾ 3 ദിവസത്തെ പ്രാർത്ഥന, രാവിലത്തെ മെനു, ഉച്ചത്തെ മെനു, വൈകുന്നേരത്തെ മെനു, 1-ാം ദിവസം, 2-ാം ദിവസം, 3 ദിവസം, ഇത് 3ഉം പ്രത്യേകം മെനു, അതുണ്ടാക്കി കൊടുത്തോളാം. പിന്നെ ഒരു കാര്യമുണ്ട്, അത് കൊടുക്കാൻ ആളുണ്ടെങ്കിൽ പിന്നെ ഇവരെ പോലുള്ളവർ എന്താ ചെയ്യുക? ഞാൻ ആവശ്യം വിടട്ടെ. ദൈവമക്കളെ, ദൈവരാജ്യം ഭക്ഷണം പാനീയമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിച്ചു. യഹൂദനും യവനായനും അല്ലെങ്കിൽ ജാതികളും യേശുക്രിസ്തു വിശ്വസിച്ചപ്പോൾ ഒരു പുതുമനുഷ്യനായി മാറി. ഈ ഇരുപക്ഷം എന്ന് പറഞ്ഞാൽ 3-4 ഭാഗത്ത് പറയുന്നുണ്ട്. എഫെസ്യർ 2-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിലും 16-ാം വാക്യത്തിലും 18-ാം വാക്യത്തിലും
ഇരുപക്ഷം 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 എന്ന് പറയുന്നുണ്ട്. യഹൂദനും ജാതിയുമാ. ഇരുപക്ഷയും ക്രിസ്തുവിൽ ഒരു പുതുമനുഷ്യനാക്കി സൃഷ്ടിച്ചു. ഇനിയിപ്പോ ജാതിയും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ബഹുമാനപ്പെട്ട പാസ്റ്റർമാര് ജാതി വെറി നടത്തിയെന്ന് പറഞ്ഞ് ലോകം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ അത് നമ്മൾ കേട്ടു. അത് കുറഞ്ഞ പുള്ളികളൊന്നുമല്ല. അതാ പേരും പ്രശസ്തിയുമുള്ള റവറന്റുമാര്, ഡോക്ടർമാര് ജാതി വെറി പറഞ്ഞു എന്നും പറഞ്ഞ് നമ്മൾ അതിന്റെ ക്ലിപ്പുകളൊക്കെ കേട്ടതാ. എത്ര പരിതാപകരം, എത്ര ദുഃഖകരം, എത്ര ലജ്ജാവഹം. ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന എന്താ? എൻ്റെ മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന നിലത്ത് ഇടാൻ പറഞ്ഞു. സർപ്പമായി തീർന്നു. അപ്പൊ കൈയിരിപ്പ് പാമ്പിന്റെ പരിപാടി. ഈ കൈ മാറുവിടത്തിലേക്ക് ഇടാൻ പറഞ്ഞു. എടുത്തു നോക്കിയപ്പോ കുഷ്ഠം. അപ്പൊ ഉള്ളിൽ കുഷ്ഠവും കൈയിരിപ്പ് പാമ്പിന്റെ പണിയും. ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നില്ലെങ്കിലേ രക്ഷയില്ല. എനിക്കതേ പറയാനുള്ളൂ. തെറ്റുകുറ്റങ്ങൾ എല്ലാവർക്കും ഒക്കെ വരാം. അബദ്ധങ്ങളൊക്കെ എല്ലാവർക്കും വരാം. നാവ് വഴിയൊക്കെ എല്ലാവർക്കും വരാം. പരസ്യമായിട്ട് ഏറ്റുപറഞ്ഞ്, പൊതുസമൂഹത്തോട് ഏറ്റുപറഞ്ഞ് ക്ഷമായാചനം ചെയ്തില്ലെങ്കിൽ ദൈവം പൊറുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. നമ്മൾ ഒരേ പുതുമനുഷ്യനാക്കി. ഏത് താണു ജാതിയിൽപ്പെട്ടവനും, ഏത് വലിയ ജാതിയിൽപ്പെട്ടവനും, ഏത് പണ്ഡിതനും പാമരനും കുചേരനും കുബേരനും വലിയ ധനാഢ്യനും വലിയ ജ്ഞാനിയും എല്ലാവരും യേശുക്രിസ്തു വിശ്വസിച്ചപ്പോൾ അവർ ഒരേ പുതുമനുഷ്യരായി മാറി. ഞാൻ അതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരുവാൻ കർത്താവിൽ ശരണപ്പെടുക. ഇരുപക്ഷത്തെയും ഏക ശരീരത്താൽ ദൈവത്തോട് നിരപ്പിച്ചു. റീകൺസിലേഷൻ നിരപ്പിച്ചു. നമ്മ ദൈവത്തോട് നിരപ്പിച്ചു. നേരത്തെ ഇല്ലായിരുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരാം. നിരപ്പില്ലായിരുന്നു. നമ്മൾ നിരക്കാതെ കിടക്കുകയായിരുന്നു. ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 8 മുതൽ വാക്യം. ക്രിസ്തുവും നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയിൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷവും, അപ്പോൾ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികം കോപത്തിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ നീതീകരണം പ്രാപിച്ചില്ലെങ്കിൽ ദൈവ കോപത്തിൽ നമ്മൾ തീർന്നു പോകുന്ന സാധനം. കോപത്തിൽ രക്ഷപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. റീകൺസിലേഷൻ. നിരപ്പ് വന്നു. നിരപ്പ്. അപ്പൊ നേരത്തെ നിരപ്പില്ലേ? ഇല്ല. പാപം ചെയ്തപ്പോൾ നിരപ്പ് പോയി. ദൈവമായിട്ടുള്ള ബന്ധം ഏദൻ തോട്ടത്തിൽ മുറിഞ്ഞു പോയതോടുകൂടി ലോക മനുഷ്യന്റെ മുഴുവൻ ദൈവമായിട്ടുള്ള ബന്ധവും അതോടെ തീർന്നു. ആദാമും ഏക മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ കിടന്നു. ആദാമിന്റെ പാപത്തിന്റെ പിന്തുടർച്ചക്കാരാണ് ഇന്ന് കിടക്കുന്ന ഈ ഭൂമിയിലുള്ള എല്ലാ രാജ്യങ്ങളിലെ മനുഷ്യരും. അവർക്കെല്ലാം രക്ഷപ്പെടാൻ യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നാണ് റോമർ 3 നമ്മൾ കണ്ടത്. അപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ രക്തത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. ദൈവത്തോട് നമുക്കൊരു നിരപ്പ് കിട്ടി. ഇനി നിരപ്പിന്റെ വചനം എന്ന് പറഞ്ഞൊരു ഭാഗം എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് പ്രകാശിപ്പിക്കുകയാണ്. അതിൻ്റെ ആ ഒരു ആത്മീക മർമ്മം കൂടി നമ്മളൊന്ന് പഠിക്കാൻ പോവുക. അത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിലാണ് ആ സബ്ജക്റ്റ് കിടക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കണേ ദൈവമക്കളെ. ഞാനത് വായിച്ച് അതിലെ ചില 1-2 ചിന്തകൾ കൂടി നമുക്കൊന്ന് ധ്യാനിക്കാം. കർത്താവിൽ ശരണപ്പെടുക. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 20 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അപ്പൊ ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്നുള്ള സന്ദേശമാണ് അപ്പോസ്തലന്മാർ പറയുന്നത്. ക്രിസ്തുവിനോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം, ദൈവത്തിന് പകരം, ക്രിസ്തുവിന് പകരം അപ്പോസ്തലന്മാർ അപേക്ഷിക്കുക ചെയ്യുന്നത്. ഇന്ന് ക്രിസ്തുവിന് പകരം നിൽക്കുന്നവരൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ ചെയ്തതെന്താ? ഞാൻ അവിടെ കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുന്നു അവർ പറഞ്ഞു. അവരത് ചെയ്തു. ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെ ആകുന്നു. ശ്രദ്ധിക്കണേ, ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാ.
ദൈവം അവരിലൂടെ പ്രബോധിപ്പിക്കുക. റോമർ 5:19 ഒന്ന് വായിച്ചോണേ. ക്രിസ്തു എന്നിലൂടെ പ്രവർത്തിച്ചു. ഇപ്പൊ നമ്മൾ കയറി അങ്ങ് പ്രവർത്തിക്കുക, നമ്മൾ കയറി കൺവെൻഷൻ നടത്തുക, നമ്മൾ കയറി പരസ്യവും നടത്തുക, നമ്മൾ പലതും അങ്ങോട്ട് ചെയ്തോളുക ദൈവത്തിന് വേണ്ടി ഇല്ല. കർത്താവ് നമ്മളിലൂടെ ചെയ്യുവാൻ നമ്മൾ അങ്ങോട്ട് രൂപാന്തരപ്പെടുത്തി കൊടുക്കുക അങ്ങോട്ട്. അതാ പൗലൂസിന്റെ ടീച്ചിങ്. ക്രിസ്തുവിന് പകരം ഉപേക്ഷിക്കുന്നു, ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നു. കണ്ടോ, റോമർ 15:18 ക്രിസ്തു തന്നിലൂടെ പ്രവർത്തിച്ചു, മറ്റൊന്നും മിണ്ടാൻ ഞാൻ തുനിയുന്നില്ല. വേണമെങ്കിൽ ഞാൻ വായിക്കാം. വായിക്കുമ്പോഴാണ് അതിൻ്റെ മനോഹാരിത വരുന്നത്. റോമർ 15:18 കേട്ടോ, വായിക്കാം, തെറ്റിപ്പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോട് സ്തോത്രം. 15:18 ഇങ്ങനെ കിടക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുന്നില്ല. ക്രിസ്തു താൻ മുഖാന്തരം പ്രവർത്തിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് പ്രവർത്തിച്ചതല്ല മറ്റൊന്നും മിണ്ടാൻ ഞാൻ മിണ്ടുന്നില്ലെന്ന്. കർത്താവ് എന്നിലൂടെ മിണ്ടിക്കോട്ടെന്ന്. ഞാനൊന്നും പറയുന്നില്ലെന്ന്, കർത്താവ് എന്നിലൂടെ ഒന്ന് പറയട്ടെന്ന്. ഞാനൊന്നും പ്രവർത്തിക്കുന്നില്ല, കർത്താവ് എന്നിലൂടെ പ്രവർത്തിക്കട്ടെന്ന്. എത്ര മനോഹരമാണ് ദൈവമക്കളെ ഉപദേശം. നമ്മൾ ഓരോ വലിയ കൺവെൻഷൻ നടത്തി കുറെ പരിപാടികൾ, കുറെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ കാട്ടിക്കൂട്ടിയിട്ട് നമ്മൾ എന്തോ ചെയ്തെന്നും പറഞ്ഞ് അഹങ്കരിച്ചിരിക്കുക. ദൈവം നമ്മളെ ഓർത്ത് ദുഃഖിക്കുക, കരയുകയായിരുന്നു. ഞങ്ങൾ കൺവെൻഷൻ നടത്തി, ഞങ്ങൾ അത് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്തു. ആർക്കെന്ത് ഗുണമുണ്ടായി? പലർക്കും ഗുണമുണ്ടായി, അവരുടെ പോക്കറ്റ് പള്ളയൊക്കെ വീർത്തു. വിശ്വാസിക്ക് എന്തുകൊണ്ടാണ്? ഒരു ചുക്കും നടന്നില്ല. ഈ സത്യം ഒന്ന് മനസ്സിലാക്കണേ. റോമർ 15:18 ഫ്ലക്സ് അടിച്ച് വീട്ടിൽ കൊണ്ട് വെക്കണേ, പാസ്റ്റർമാരും വിശ്വാസികളെല്ലാം. ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. 2 കൊരിന്ത്യർ 5:20 ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായ ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെ ആകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇനി വേറൊരു സബ്ജക്റ്റ് കൂടിയുണ്ട്, അതുകൂടി അതിൻ്റെ മുമ്പ് അതേക്കുറിച്ച് മുകളിൽ കിടക്കുക. ഒരു ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അവൻ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ അപ്പോസ്തലന്മാർക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിൽ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. നിരപ്പിന്റെ വചനം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. നിരപ്പിന്റെ വചനം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പൊ നിരപ്പിന്റെ ശുശ്രൂഷ അവർക്ക്, നിരപ്പിന്റെ വചനം ഞങ്ങൾക്ക്. നമുക്കൊന്നുമില്ലേ? നമുക്ക് കോഴിവിട്ട, നമുക്കൊന്നുമില്ല. എന്താ പാസ്റ്റർ അങ്ങനെ? അവരെങ്ങനെ നിരപ്പിച്ചു? അവരെങ്ങനെ ശുശ്രൂഷിച്ചു? അത് നമ്മൾ പഠിച്ചത് ചെയ്താൽ വല്ല ഗുണമുണ്ട്, ഇല്ലെങ്കിൽ ഒരു ഗുണവും ഇല്ല. നമുക്ക് കൊച്ചുങ്ങളെ പഠിപ്പിക്കാം, സ്വത്രാഴ്ച കിട്ടും, കാറ് മേടിക്കാം, വീട് മേടിക്കാം, ലണ്ടനിൽ പോകാം, അവിടെ പോകാം, ഇവിടെ പോകാം, വിദേശ യാത്ര ചെയ്യാം, ലണ്ടനിൽ വീട് വാങ്ങിയിടാം, അമേരിക്കയിൽ വീട് വാങ്ങിയിടാം. ഇതൊക്കെ നമുക്ക് നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ ലക്ഷ്യസ്ഥാനത്ത് ചെന്നെത്താതെ വഴിയിൽ വെച്ച് നമ്മൾ തകർന്നു പോകും. പ്രിയമുള്ളവർ, ഇത് മനസ്സിലാക്കിയിട്ട് പറയുക. ചുമ്മാ ആരെയും വേദനിപ്പിക്കാൻ പറയുന്നതല്ല. ഈ പാപപ്രവൃത്തികൾ നിർത്തിയിട്ട്, കർത്താവിൻ്റെ നാമം ചൊല്ലിയുള്ള ഈ അന്യായമായ പ്രവൃത്തികൾ നിർത്തിയിട്ട് ഒരു നിർമ്മലമായ ദൈവവചനം പ്രസംഗിച്ച് സഭയെ നടത്തുന്ന ഒരു ശുശ്രൂഷകനായി ഞാൻ തീരണം, നിങ്ങൾ തീരണം. നിങ്ങളെ വചനം പ്രസംഗിച്ച് നടത്തിയവർ ഓർത്തുകൊള്ളുവിൻ. ഊതിയിട്ടും ഉന്തിയിട്ടും കുരപ്പിച്ചും ചിരിപ്പിച്ചും ഛർദിപ്പിച്ചും ഫ്ലാറ്റ് വാങ്ങിയും പിന്നെ പോക്കറ്റിൽ നിന്ന് ഫ്ലാറ്റ് കൊടുത്തും എന്തൊക്കെയാ നടക്കുന്നതെന്ന്. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക്, നിരപ്പിന്റെ വചനം ഞങ്ങൾക്ക്. അപ്പോസ്തലന്മാർ എങ്ങനെ നിരപ്പിച്ചു, എങ്ങനെ ശുശ്രൂഷ ചെയ്തു, എങ്ങനെ ഉപദേശം പറഞ്ഞു? ഈ പൗലൂസ് ഒരു പ്രയോഗം പുതിയ നിയമത്തിൽ നടത്തിയിട്ടുണ്ട് ലേഖനങ്ങളിൽ. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നോടെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ, എൻ്റെ അനുകാരികളാകുവിൻ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ അനുകാരികളാകുവിൻ.
അപ്പം അതിനാളുണ്ടോ ഇന്ന്? അയ്യോ, അവർക്കിങ്ങനെ നമ്മുടെ അനുകാരികളായ ഫ്ലാറ്റ് വെക്കാനും ലോകത്തുള്ള സ്ഥലങ്ങളിലൊക്കെ വീട് വാങ്ങിയിടാനും ഏക്കറുകൾക്ക് സ്ഥലം വാങ്ങാനും BMW കാറിൽ പോകാനൊന്നും അവർക്ക് പറ്റത്തില്ല. നമ്മൾ കർത്താവിൻ്റെ അനുകാരി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ നാനോ കാറൊക്കെ കിട്ടത്തുള്ളൂ. അതുപോലും കൊണ്ടു നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും ചിലപ്പോൾ. ഇപ്പം ദൈവം അനുഗ്രഹിച്ചും വെറും 30, 40, 50, 60 ലക്ഷത്തിൻ്റെ ഇന്നാളൊരു പാസ്റ്റർ BMW വേണ്ടി കിടന്ന് കാറിൽ പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞിട്ടു. എനിക്ക് ലജ്ജ തോന്നിയത്. ഈ കേരളക്കരയെ കിടുകിട ഉറപ്പിക്കുന്ന ആളാന്ന് ഓർക്കുമ്പോൾ അതിലും കഷ്ടം. വിമർശനമല്ല, സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോവുക. നിരപ്പിൻ്റെ വചനം ഞങ്ങൾക്ക്, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക്. ദൈവത്തോട് നിരപ്പിച്ചു. ഹല്ലേലൂയ. അവരെങ്ങനെ നിരപ്പിച്ചു, അവരെങ്ങനെ ശുശ്രൂഷിച്ചു, അതിനുള്ള വചനങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള ഉപദേശങ്ങൾ എന്തൊക്കെയാണെന്ന് കൂലങ്കുഷമായി അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിച്ചത് ചെയ്തില്ലെങ്കിൽ ശുശ്രൂഷ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നമ്മൾ കഞ്ഞി കുടിച്ച് പോകും പ്രിയമുള്ളവരെ. നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും, കഞ്ഞി കുടിക്കും, കാറ് മേടിക്കും, ലോറി മേടിക്കും, എല്ലാം മേടിക്കും. വിദേശ രാജ്യങ്ങളിൽ പോയി കാശുണ്ട്, എല്ലാം നടക്കും. അവസാനം പോക്ക് വല്ലയിടത്തും ആയിരിക്കും. അതുകൊണ്ട് ഈ സന്ദേശത്തിന് ചെവി കൊടുക്കുവാൻ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇരുപക്ഷക്കാർക്കും എന്തു ചെയ്തു? ഇരുപക്ഷത്തെയും ഏക ശരീരത്താൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. ഞാൻ എഫേസ്യരിക്കുന്നു. അവനൊന്ന് ദൂരസ്ഥരായിരുന്ന നിങ്ങൾക്ക് സമാധാനം, ദൂരസ്ഥരായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപസ്ഥരുള്ളവർക്ക് സമാധാന സുഖം. അപ്പോൾ ദൂരസ്ഥരാരാ? ജാതികൾ. സമീപസ്ഥരാരാ? യഹൂദന്മാർ. ആലയവും ദേവാലയവും യാഗങ്ങളും പുരോഹിതനും വസ്ത്രവും ഒന്നും വേണ്ട, മണിയടിയും പുകയടിയും എല്ലാം ഉള്ളവരെ. രണ്ടു കൂട്ടർക്കും ദൈവത്തോട് നിരപ്പ് ലഭിച്ചു, ദൈവത്തിൽ നിന്ന് സമാധാനം ലഭിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ഓ, ഇരു കൂട്ടർക്കും പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ഇരുപക്ഷം. അതിനെക്കുറിച്ചൊരു ചെറിയ സന്ദേശം കൂടി പറയാൻ കർത്താവിൽ എനിക്ക് ഹേമമുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിനു വേണ്ടി ഒന്ന് വായിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. കണക്റ്റഡ് വിഷയമാണ്, അതുകൊണ്ടാണ് ഞാനത് പറയാനായിട്ട് കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചെന്നാണ് എൻ്റെ ചിന്ത. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം. എന്താ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയരോടെന്ന പോലെയല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്ന് നിങ്ങൾ ജഡീകന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ഒരുത്തൻ ഞാൻ പൗലൂസിൻ്റെ പക്ഷക്കാരൻ, മറ്റൊരുത്തൻ ഞാൻ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരൻ. പൗലൂസിൻ്റെയും അപ്പൊല്ലോസിൻ്റെയും കേഫയുടെയും പക്ഷം പിടിച്ച് കിടന്ന് തമ്മിൽ തല്ലിയ കൊരിന്തി സഭ. ഇതിലേറ്റവും വിചിത്രമായി നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു ഉപദേശം, ഈ പക്ഷം പിടിച്ചവരെ പൗലൂസ് എന്താ ചെയ്തേ? ഒരുത്തൻ ഞാൻ പൗലൂസിൻ്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പൊല്ലോസാറ്, പൗലൂസാറ്. എൻ്റെ ദൈവമേ, ഇന്ന് പല ഉപദേശിമാരും ചെയ്യുന്നത് എന്താ? നമ്മുടെ പക്ഷത്തിൽ 10 പേരുണ്ടല്ലേ, എന്നാൽ കൂട്ടായ്മ തുടങ്ങിയേക്കാം. നമ്മുടെ പക്ഷത്തിൽ ഒരു 50 പേരുണ്ടല്ലേ, എന്നാൽ നമുക്ക് കൂട്ടായ്മ പക്ഷം പിടിച്ചു കൂട്ടിയേക്കാം. എടാ, ഈ പക്ഷം പിടിച്ച ജഡീകന്മാരായ ക്രിസ്തുവിൽ ശിശുക്കളാണ്. ഉപദേശം പഠിച്ചനുസരിക്കാതെ ഉപദേശമില്ലാതെ ജീവിക്കുന്നതൊക്കെ ശിശുക്കളാ. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. 1 കൊരിന്ത്യർ 13:11. ഇന്ന് ആത്മീയകോളത്തിൽ കിടക്കുന്ന നല്ലൊരു ശതമാനം ശിശുക്കളാ. ഇവരെ ഏത് നിലയിലും നമുക്ക് കൊണ്ടുപോകാം. കാരണം വേദോസം വായിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, വിശുദ്ധ ജീവൻ നയിക്കത്തില്ല, ഒരു ചുക്കുമില്ല. ജോലി 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 ജോലി. ഇഷ്ടംപോലെ കാശ് കിട്ടും. അവർ കൊണ്ടുവന്ന് സ്വതരാജ്യം ദശാംശം കൊടുക്കും. അത് മേടിച്ച് ഞങ്ങൾക്കും സുഖം, സന്തോഷം. ശിശുക്കളായി. എഫേസ്യർ 4:14 മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങൾ കുടുങ്ങി പോകാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുന്ന ശിശുക്കളായി നശിച്ച് നരകാഗ്നിയിലേക്ക് പോകും. ശിശുന്മാർ ജീവിച്ചെന്ന് വരാം, കഞ്ഞി കുടിച്ചൊക്കെ അവർ നശിച്ചു പോകും. ഇവിടെ അതാ പക്ഷം പിടിച്ചവനെ പൗലൂസ് ചോദിക്കുക, പൗലൂസാര്, കേഫയാര്? ഞങ്ങളാരുമല്ല. അപ്പൊല്ലോസാർ, പൗലൂസാർ. ഞങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ
നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷന്മാരത്രേ. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ആകയാൽ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല എന്ന് ഇന്ന് പൽക്കാലം നമ്മൾ ഓർത്തുകൊള്ളണം. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ താൻ്റെ അധ്വാനത്തിന് തക്കവണ്ണം കൂലി കിട്ടും. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ ഗ്രഹനിർമ്മാണം. ഡോക്ടർ കളിച്ച്, റവറൻറ്റ് കളിച്ച്, ഞാൻ അതാണ്, ഞാൻ ഇതാണെന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചോണേ, ഈ വേദഭാഗം നമ്മൾ ആരുമല്ല. നമ്മുടെ പേരിനൊപ്പം പാസ്റ്ററെന്നോ ഉപദേശിച്ചെന്നോ ഒക്കെ വെച്ചാൽ മതി. മറ്റേ ഈ അക്ഷരങ്ങളൊക്കെ എടുത്തുകൊണ്ട് തോട്ടിക്കളഞ്ഞേക്കണം. ഒരു വിശേഷവും ഇല്ല. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലൊരു ശ്വാസപത്രേ. 1 കൊരിന്ത്യർ 15 പൗലോസ് എന്നെ പഠിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാം. അത് വേഗത്തിൽ വേണമെങ്കിൽ ഒന്ന് വായിച്ച് ഞാൻ വിടാൻ കർത്താവിൽ ശരണപ്പെടുക. 1 കൊരിന്ത്യർ 15 സ്തോത്രം സ്തോത്രം. താൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട്, സഹോദരന്മാരെ, നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതുമായ വൃഥാവല്ല എന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിപ്പിച്ച് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് പ്രത്യക്ഷനായി. അവരിൽ മിക്കപേരും ഇന്ന് വരെ ജീവനോടെ ഇരിക്കുന്നു, ചിലർ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. അകാലപ്രജ, ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം. ഞാനൊരു ചാപിള്ളയാണ്, ചാപിള്ളയായി എനിക്ക് പ്രത്യക്ഷനായി. ഈ ചാപിള്ളയുടെ ബയോഡറ്റ ഒന്ന് കേൾക്കണോ? കേൾപ്പിച്ചു തരാം. ചാപിള്ളയുടെ ബയോഡറ്റ കേൾപ്പിച്ചു തരാം. 8-ാം നാളിൽ പരിചയറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ഇബ്രാഹിം ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാം സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. ഈ പദവികളൊക്കെയും ലാഭമായിരുന്നു എന്നാ പൗലോസ് പറയുന്നത്. എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത ഞാനിപ്പോൾ എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. മറ്റത് ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ഭാവിയിൽ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് ഛേദമെന്ന് എണ്ണുന്നു. ഇവിടെ ഇതാ കൂട്ടി വെച്ച് വീടും കാറും മേടിച്ച്, ഞാൻ ഡോക്ടർ, ഞാൻ റവറൻറ്റ്, നീ സെക്രട്ടറി, ഞാൻ പ്രസിഡന്റ്, ഇവിടെ കിടന്ന് കളിക്കുക. പൗലൂസിനെ ഒന്ന് ഫോളോ ചെയ്. അതാ പൗലൂസ് പറഞ്ഞല്ലോ, നിങ്ങൾ എന്നെ അനുകരിപ്പിൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃപ്രകാരം നടക്കുന്നൊരു കുറിക്കൊള്ളുവിൻ. അപ്പോസ്തലന്മാരെ ഫോളോ ചെയ്ത ഇന്നത്തെ ആത്മീയ നേതൃത്വം മുഴുവൻ അവര് സുരേഷ് ഗോപി രാജിവെച്ച് MP സ്ഥാനം ഒഴിയണമെന്ന് പറഞ്ഞ പോലെ രാജിവെച്ച് പോകേണ്ടി വരും. വേറെ വല്ല പണിക്ക് പോകേണ്ടി വരും. ഹല്ലേലൂയ. ഞാനിത് സങ്കടം കൊണ്ട് പറയുകയാണ് കേട്ടോ, ദേഷ്യം കൊണ്ട് പറയല്ല, പരിഹാസത്തോട് പറയല്ല. പൗലൂസിനെ പോലെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പൗലൂസാരെ, അപ്പൊല്ലോസാരെ, അപ്പോസ്തലന്മാർ ആരുമല്ല, ദൈവമല്ലേ. നമ്മൾ ജനം വിശ്വസിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ശുശ്രൂഷകന്മാരാ. അവർക്ക് പ്രതിഫലം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിട്ടും. ഇവിടെ കിട്ടുന്ന കോടികളൊക്കെ സാത്താൻ തരുന്നതാണെന്ന് ചിന്തിച്ചോണം. നീ എന്നെ വീട് നമസ്കരിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് തരും. ഇത് എങ്കൽ വരവേൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് പിശാചിനോട് സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. ദൈവത്തെ അല്ലാതെ ഒന്നിനെ നമസ്കരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. കല്ലപ്പമായി തീരാൻ പറഞ്ഞപ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം അല്ല ജീവിക്കുന്നു എന്ന് പറഞ്ഞു. ചാടാൻ പറഞ്ഞപ്പോൾ ദൈവം നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. വീട് നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ ദൈവത്തെ നമസ്കരിക്കാവുള്ളൂ എന്ന് എഴുതിയിരിക്കുന്നു പറഞ്ഞു. ഇന്നാണെങ്കിലോ, ഞാൻ നിങ്ങളും ആണെങ്കിലോ, പലസ്തീനിലെ കല്ല് മുഴുവൻ അപ്പമാക്കി. ഗിൽഗാൽ ഫുഡ് ഫാക്ടറി എന്നും പറഞ്ഞ് ഒരപ്പ കമ്പനി തുടങ്ങി കോടികളുണ്ടാക്കിയ അവസാനം നാശിച്ച് നരകക്കുഴിയിലോട്ട് പോയി. നമ്മൾ ഈ ആത്മീയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. ഭൗതികം വരുമ്പോൾ ദൈവം തരികയാണെന്ന് ആരും ചിന്തിക്കല്ലേ. ഭൗതികം കുമിഞ്ഞു കൂടുമ്പോൾ കർത്താവ് തരുന്നതാണെന്ന് ആരും ചിന്തിക്കല്ലെന്ന്. ഇത് അനീതിയുള്ള മാമോനാണെന്ന്. ഉണ്മാനും ഉടുപ്പാനുണ്ടെങ്കിൽ മതിയെന്ന് വിചാരിച്ചോണമെന്ന്. ഞാൻ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തുകയാണ്. സ്തോത്രം. അതുകൊണ്ട് പൗലൂസ് പറയുന്ന ആ ഭാഗം നന്നായിട്ട് നമ്മൾ പഠിക്കണം. എന്താ ഇവിടെ പറയുന്നേ? എഫേസ്യ ലേഖനത്തിൽ എന്താ പൗലൂസ് പറഞ്ഞിരിക്കുന്നേ? ഓ ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുവിൽ ഒരേ പുതുമനുഷ്യനായി സൃഷ്ടിപ്പാനും ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കിയതിനാൽ ഇരുപക്ഷക്കാർ ഏക ശരീരത്തിൽ ദൈവത്തോട് നിർമ്മിപ്പാനും തന്നെ അവനൊന്ന് ദൂരസ്ഥരായിരുന്നു നിങ്ങൾക്ക് സമാധാനവും സമീപസ്ഥർക്കുള്ളവർക്ക് സമാധാനം സൂക്ഷിച്ചു.
അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. ഇതിൻ്റെ പിന്തുടർച്ചയായിട്ട് 19, 20, 21, 22 വാക്യങ്ങൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ വാട്സപ്പിലും ടെലഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നിങ്ങൾക്ക് താമസിയാതെ കിട്ടുന്നതായിരിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.